നമസ്കാരം. ദേവസൈനിയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 35 ഏവർക്കും സ്വാഗതം. ഗോകുലത്തിൽ ഇന്ന് ഗോപാഷ്ടമിയായി കൊണ്ടാടപ്പെടുന്നു. പശുക്കളെ മേയ്ക്കാൻ തുടങ്ങിയതു മുതൽ ഭഗവാന്റെ തൃക്കാലടികൾ വൃന്ദാവന പ്രദേശങ്ങളിലെല്ലാം പതിഞ്ഞ് അവിടമെല്ലാം മഹാപുണ്യഭൂമിയാക്കി വൃന്ദാവനം കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കീർത്തിക്കുന്നവർക്കും കൂടി പുണ്യത്തെ ജനിപ്പിച്ചു. മുരളീധരൻ ഉച്ചത്തിൽ മധുരമായി വേണുഗാനം ചെയ്തുകൊണ്ട് ജ്യേഷ്ഠനോടുകൂടി രാവിലെ പുറപ്പെടും. കൂട്ടുകാർ നാഥന്റെ ലീലകളെ കീർത്തിച്ചുകൊണ്ട് അനുഗമിക്കും. വണ്ടുകളും കുയിലുകളും പാടുന്നത് കേട്ടും മാനും മയിലും തുള്ളിക്കളിക്കുന്നത് കണ്ടും ശ്രീകൃഷ്ണൻ സന്തോഷിക്കും. മഹാത്മാക്കളുടെ മനസ്സുപോലെ സ്വച്ഛമായ ജലാശയത്തിലുള്ള താമരപ്പൂക്കളുടെ ശീത സൗരഭ്യം വഹിക്കുന്ന മന്ദവായുവോടുകൂടിയ പുഷ്പസമൃദ്ധമായ വനത്തെ കണ്ട് ഉല്ലാസവാനായ പ്രഭുവിനും കളിക്കാൻ ഉത്സാഹം വർദ്ധിച്ചു. അവിടെവിടെ അരുണ പല്ലവങ്ങളോടും വഹിക്കാൻ വയ്യാത്ത വിധം സമൃദ്ധമായ ഫലപുഷ്പങ്ങളോടും കൂടി നിൽക്കുന്ന വൃക്ഷങ്ങളെ കണ്ട് സന്തോഷിച്ച ഭഗവാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഹേ ദേവവര, ഈ വൃക്ഷങ്ങളെ കണ്ടാലും തമസിന്റെ ആധിക്യത്താൽ വൃക്ഷജന്മം പ്രാപിച്ച ഇവ തദ്ദോഷ ശാന്ത്യർത്ഥം ഫലപുഷ്പങ്ങളാകുന്ന ഉപഹാരങ്ങളെ വഹിച്ചുകൊണ്ട് ശാഖകളെ താഴ്ത്തി നിന്തിരുവടിയുടെ ശ്രീചരണങ്ങളിൽ നമസ്കരിക്കുന്നു. ഈ വണ്ടുകൾ അവിടുത്തെ യശസ്സിനെ പാടുന്നത് കേൾക്കുമ്പോൾ മഹാഭക്തരായ ഋഷീശ്വരന്മാർ ഗൂഢവേഷത്തിൽ അവരുടെ ഇഷ്ടദേവനെ പിന്തുടർന്ന് ഭജിക്കുന്നുവോ എന്ന് തോന്നുന്നു. ഈ മയിലുകൾ സ്വഗൃഹത്തിൽ എഴുന്നള്ളിയ നിന്തിരുവടിയെ സന്തോഷപൂർവം നൃത്തം ചെയ്ത് സ്വാഗതം ചെയ്യുന്നു. മാൻപേടകൾ ഗോപികളെ പോലെ പ്രേമപൂർവം കടാക്ഷിക്കുന്നു. കുയിലുകൾ കർണാനന്ദകരമായ ഗാനാലാപത്താൽ അവിടുത്തെ ആനന്ദിപ്പിക്കുന്നു. ഇങ്ങനെ തങ്ങൾക്കുള്ള വാസനാവൈഭവങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രഭുവായ നിന്തിരുവടിയെ സൽക്കരിച്ച് അവ കൃതാർത്ഥരാകുന്നു. ഇത് തന്നെയാണല്ലോ സത്തുക്കളുടെ നൈസർഗികമായ സ്വഭാവ ഗുണം. അവിടുത്തെ പാദസ്പർശത്താൽ വല്ലികളോടും തൃണങ്ങളോടും കൂടിയ ഈ ഭൂമി ധന്യയായി. കരനഖസ്പർശത്താൽ വൃക്ഷലതാദികളും കരുണാകടാക്ഷത്താൽ ഗിരികളും നദികളും പക്ഷിമൃഗാദികളും ധന്യരായി. നിന്തിരുവടിയെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്യാൻ മഹാലക്ഷ്മി കൊതിക്കുന്നു. ആ മഹാഭാഗ്യം സിദ്ധിച്ച ഗോപികളും ധന്യകളായി. ആർക്കെല്ലാം നിന്തിരുവടിയോട് ഏതെങ്കിലും വിധത്തിൽ ചേർച്ചയുണ്ടാകാൻ സാധിച്ചുവോ അവരെല്ലാം കൃതാർത്ഥരായി ഭവിച്ചു. ഇപ്രകാരം തന്റെ മഹാതിശയങ്ങളെ ജ്യേഷ്ഠനിൽ ആരോപിച്ചരുളി ചെയ്തിട്ട് പ്രഭു ഗോവർദ്ധനത്തോട് ചേർന്നൊഴുകുന്ന യമുനാതീരത്തിൽ പശുക്കളെ മേച്ചുകൊണ്ട് രമിച്ചു. കാട്ടുപൂക്കളെ കൊണ്ട് മാലയുണ്ടാക്കി അണിഞ്ഞുകൊണ്ട് ബാലസഹജമായ ചാപല്യങ്ങളാൽ കൂട്ടുകാരെ രസിപ്പിച്ചു. കളഹംസത്തിന്റെ സമീപമണഞ്ഞ് അതിനെ പോലെ കൂജനം ചെയ്യും. ആടുന്ന മയിലിന്റെ മുന്നിൽ ചെന്നു നിന്ന് അതിനെ പോലെ നൃത്തം ചെയ്യും. ചകോരം, ക്രൗഞ്ചം, ചക്രവാകം, മയിൽ എന്നിവയെ അനുകരിച്ച് ശബ്ദിക്കും. സിംഹ വ്യാഘ്രാദികളെ പേടിച്ചോടുന്ന മാൻ മുതലായ മൃഗങ്ങളുടെ പിന്നാലെ താനുമോടും. അപ്പോഴേക്കും പശുക്കൾ നോക്കെത്താത്ത ദൂരം നടന്നുപോയിരിക്കും. അവയെ മേഘഗംഭീര സ്വരത്തിൽ, എന്നാൽ പശുക്കൾക്ക് അത്യന്തം ഇഷ്ടപ്പെടുന്ന വിധം അവയുടെ ഓരോന്നിൻ്റെയും പേര് പറഞ്ഞു വിളിക്കും. അവ വായിൽ കടിച്ചെടുത്ത പുല്ലു തിന്നാൻ പോലും മറന്ന് ഓടി അടുത്തു വരും. ചിലപ്പോൾ ബലഭദ്രർ ക്ഷീണിച്ച് കുട്ടികളുടെ മടിയിൽ തലവെച്ച് കിടക്കും. ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠന്റെ കാലെടുത്ത് മടിയിൽ വെച്ച് മന്ദം മന്ദം തലോടും. ചങ്ങാതിമാരോട് കൂടി ചേർന്ന് പാടും, ആടും, പടവെട്ടും. ജ്യേഷ്ഠന്റെ കൈകോർത്തു പിടിച്ച് കൂട്ടുകാരുടെ കളി നോക്കി രസിച്ച് അഭിനന്ദിക്കും. ചിലപ്പോൾ ഭഗവാന് ക്ഷീണം തോന്നും. അപ്പോൾ കൂട്ടുകാർ തളിരിലകൾ വിരിച്ചു കൊടുക്കും. അവരുടെ മടിയിൽ തലവെച്ച് വിശ്രമിക്കുമ്പോൾ സുഹൃതികളായ ബാലന്മാർ വലിയ ഇലകൾ കൊണ്ട് വീശുകയും തൃപ്പാദങ്ങൾ പ്രേമപൂർവം തലോടുകയും സ്നേഹാർദ്ര ചിത്തത്തോടുകൂടി ഭഗവാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പാടുകയും ചെയ്യും. മൃച്ഛിലാമയങ്ങളായ ഭഗവത് പ്രതിമകളെ
ഉച്ചരിക്കുന്നത് കൊണ്ട് തന്നെ അനന്ത പുണ്യവും ചിത്തശുദ്ധിയും കൈവരുമെന്നിരിക്കെ പ്രഭുവിനെ സാക്ഷാത്തായി ഇപ്രകാരം സേവിക്കാൻ കഴിഞ്ഞ ബാലന്മാരുടെ മഹാഭാഗ്യം അവർണ്ണനീയമെന്നേ പറയേണ്ടു. അത്രത്തോളം പ്രേമാർദ്ര ഹൃദയരായ ആ നിഷ്കളങ്ക സേവകരിൽ പ്രഭു എങ്ങനെ പ്രസാദിക്കാതിരിക്കും? ഭക്തവത്സലനായ സർവേശ്വരൻ തന്റെ പരമതത്വത്തെ മറച്ചുകൊണ്ടും അതേസമയം ഈശ്വരീയമായ ലീലകളെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കാണിച്ചുകൊണ്ടും അവരോടുകൂടി കളിച്ചു രസിച്ചു ചിരിച്ചു. ബാലന്മാർ കളിച്ചുകൊണ്ടിരിക്കുന്നതിനടുത്തുള്ള പനങ്കാട്ടിൽ നിന്നും പഴുത്ത പഴങ്ങളുടെ സുഗന്ധം എങ്ങും വ്യാപിച്ചിരുന്നു. പക്ഷേ അവിടെ ആരും പോകാൻ ധൈര്യപ്പെടാറില്ല. കാരണം കഴുതയുടെ രൂപധാരിയായ ധേനുകൻ എന്ന രാക്ഷസനും കൂട്ടരും വസിക്കുന്ന സ്ഥലമായിരുന്നു അത്. ശ്രീകൃഷ്ണന്റെ പ്രിയ തോഴനായ ശ്രീദാമാവ് രാമകൃഷ്ണന്മാരോട് ആ പഴങ്ങളെ പറിച്ചു തരണമെന്ന് പ്രേമപൂർവം പ്രാർത്ഥിച്ചു. അവരുടെ മനോരഥം സാധിപ്പിക്കാൻ രാമകൃഷ്ണന്മാർ അവരെയും കൂട്ടിക്കൊണ്ട് താലവനത്തിൽ പ്രവേശിച്ചു. ബലരാമൻ മതയാനയെ പോലെ പനമരങ്ങളെ കുലുക്കി ധാരാളം പഴങ്ങളെ വീഴ്ത്തി. ആ ശബ്ദഘോഷം കേട്ട ധേനുകനും കൂട്ടരും ക്രോധാവേശത്തോടുകൂടി പാഞ്ഞെത്തി. ധേനുകൻ പിൻകാലുകൾ ഉയർത്തി ബലരാമന്റെ മാറിൽ ചവിട്ടി. രാമൻ ആ 2 കാലുകളും കൂട്ടിപ്പിടിച്ച് വട്ടത്തിൽ ചുഴറ്റി പനമരത്തിലടിച്ച് അവന്റെ കഥ കഴിച്ചു. പിന്നീട് കൃഷ്ണനും രാമനും കൂടി ശേഷിച്ച രാക്ഷസ കഴുതകളെയെല്ലാം നിഗ്രഹിച്ചു. ബാലന്മാർ ഉത്സാഹത്തോടുകൂടി പഴങ്ങളെ യഥേഷ്ടം ഭക്ഷിച്ചു. പശുക്കളും അവിടെ തഴച്ചു നിന്ന ഇളം പുല്ല് മേഞ്ഞ് തൃപ്തരായി. അന്നു മുതൽ ആ പ്രദേശം ഏവർക്കും സഞ്ചരിക്കാറായി. വൈകുന്നേരം ധാരാളം താലഫലങ്ങളും ശേഖരിച്ചുകൊണ്ട് ബാലന്മാർ വ്രജത്തിലേക്ക് മടങ്ങി. നന്ദി, നമസ്കാരം.